നമസ്തേ. സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ 2 ക്ലാസ്സിലായിട്ട് നമ്മൾ കോൺവെർസേഷനുകളെ കുറിച്ചാണ് പഠിച്ചത്, ഹോട്ടലിലെയും റെയിൽവേ സ്റ്റേഷനിലെയും. ഇന്ന് നമുക്ക് പടേക എന്നുള്ള വാക്ക് ഉപയോഗിച്ച് എങ്ങനെ സെൻറ്റൻസ് ഉണ്ടാക്കാം നോക്കാം. അടുപ്പിച്ചടുപ്പിച്ച് കോൺവെർസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് പഠിക്കാനുള്ളൊരു സാവകാശം നിങ്ങൾക്ക് കിട്ടത്തില്ലോ. വീണ്ടും വീണ്ടും കേട്ട് വേണ്ട നമുക്ക് പഠിക്കാൻ. അപ്പോൾ ഇന്ന് പടേകയെക്കുറിച്ച് പഠിക്കാം. നിർബന്ധമായിട്ട് ഒരു കാര്യം ചെയ്തേ പറ്റൂ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പടേക എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. നമുക്ക് എക്സാമ്പിളിലൂടെ നോക്കാം. കർണ പടേക എന്ന് പറഞ്ഞാൽ ചെയ്തേ പറ്റൂ. നമുക്ക് താല്പര്യമില്ല ചെയ്യാൻ, എന്നാലും നമുക്ക് ചെയ്തേ പറ്റൂ. അതിനുള്ളപ്പോഴാണ് നമ്മൾ എന്ത് പറയുന്നത്? കർണ പടേക, ചെയ്തേ പറ്റൂ. എൻ്റെ കാര്യം സമ്മതിച്ചേ പറ്റൂ അല്ലെങ്കിൽ അംഗീകരിച്ചേ പറ്റൂ. അതെങ്ങനെ പറയും? മേരി ബാത് മാന്നി പടേഗി, സമ്മതിച്ചേ പറ്റൂ. മേരി ബാത്, എൻ്റെ കാര്യം മാന്നി പടേഗി, അംഗീകരിച്ചേ പറ്റൂ. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എല്ലാ ജോലിയും എനിക്ക് തന്നെ ചെയ്യേണ്ടി വരും, അല്ലെ ഞാൻ തന്നെ ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എന്നെങ്ങനെ പറയും? മേനെ സോച്ചായി നെയ് ഥാ അല്ലെങ്കിൽ മേ സോച്ചാ നെയ് ഥാ, ഞാൻ വിചാരിച്ചിട്ടില്ലായിരുന്നു എനിക്ക് തന്നെ ജോലിയെല്ലാം ചെയ്യേണ്ടി വരുമെന്ന്. മുഛേ ഹി എന്ന് പറഞ്ഞാൽ എനിക്ക് തന്നെ. സഭി കാം, എല്ലാ ജോലിയും. കർണേ പടേങ്കെ, സഭി കാം പ്ലൂറൽ ആയതുകൊണ്ടാണ്, ഒരുപാട് ജോലി എന്നുള്ളതുകൊണ്ടാണ് കർണേ പടേങ്കെ എന്ന് പറഞ്ഞത്. സഭി കാം കർണേ പടേങ്കെ. മേനെ സോച്ചാ ഹി നഹി ഥാ മുഛേ ഹി സഭി കാം കർണേ പടേങ്കെ, എനിക്ക് തന്നെ എല്ലാ ജോലിയും ചെയ്യേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചതേയില്ല. മേനെ സോച്ചാ ഹി നഹി ഥാ മുഛേ ഹി സഭി കാം കർണേ പടേങ്കെ. ജീവിതത്തിൽ എല്ലാവർക്കും നമ്മുടെ ഇഷ്ടങ്ങൾക്കെതിരായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. ഈ വലിയ സെൻറ്റൻസ് കണ്ടൊന്നും നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. കുറേശ്ശായിട്ട് നമുക്ക് ഹിന്ദിയിലോട്ട് നോക്കാം. ജീവിതത്തിൽ എല്ലാവർക്കും, ജീവൻ മേ, ജീവിതത്തിൽ എല്ലാവർക്കും എന്നുള്ളതിന് സബ്കോ, ജീവൻ മേ സബ്കോ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക് അപ്നെ ഇച്ഛാക്കെ വിരുദ്ധ എന്ന് പറഞ്ഞാൽ എതിരായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. കാം കർണ പഡ്താ ഹെ, മെയിൻ ഇതിനകത്ത് കാം കർണ പഡ്താ ഹെ, ജോലി ചെയ്യേണ്ടി വരുന്നു. എങ്ങനെ? ജീവിതത്തിൽ എല്ലാവർക്കും, ജീവൻ മേ സബ്കോ അപ്പനെ ഇച്ഛാക്കെ വിരുദ്ധ, നമ്മുടെ ഇഷ്ടത്തിനെതിരായിട്ട് ജോലി ചെയ്യേണ്ടി വരുന്നു. കാം കർണ പഡ്താ ഹെ. ജീവൻ മേ സബ്കോ അപ്പനെ ഇച്ഛാക്കെ വിരുദ്ധ കാം കർണ പഡ്താ ഹെ. അത് വീണ്ടും വീണ്ടും പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ എളുപ്പമാകും ഇതൊക്കെ. ഓഫീസിൽ ലേറ്റായിട്ട് ഇരിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞിട്ട് ഇരിക്കേണ്ടി വരുന്നു. ഓഫീസ് മേ ദേർ തക് ബൈഠ്നാ പഡ്താ ഹെ. ഓഫീസ് മേ ദേർ തക് ബൈഠ്നാ പഡ്താ ഹെ, ഇരിക്കേണ്ടി വരുന്നു. നമുക്ക് താല്പര്യമില്ല എന്നിട്ടും ചെയ്യേണ്ടി വരുന്നു, അതാണ് ഓഫീസ് മേ ദേർ തക് ബൈഠ്നാ പഡ്താ ഹെ. ഹോസ്റ്റലിൽ എന്താണോ കിട്ടുന്നത് അത് കഴിക്കേണ്ടി വരുന്നു. അത് താല്പര്യമില്ല, പക്ഷെ നമുക്ക് കഴിക്കേണ്ടി വരുന്നു. ഹോസ്റ്റൽ മേ ജോ മിൽത്താ ഹെ, എന്തോ ആണോ കിട്ടുന്നത്, വഹ് ഖാനാ പഡ്താ ഹെ, അത് കഴിക്കേണ്ടി വരുന്നു. ഹോസ്റ്റൽ മേ ജോ മിൽത്താ ഹെ വഹ് ഖാനാ പഡ്താ ഹെ. അവൾക്ക് മാപ്പ് ചോദിക്കേണ്ടി വന്നു. ചോദിക്കാൻ അവൾക്ക് താല്പര്യമില്ല, പക്ഷെ ചോദിക്കേണ്ടി വന്നു. ഉസെ മാഫി മാങ്കിനി പടി. മാഫി എപ്പോഴും നമ്മൾ മാങ്കിനി പടി എന്നാണ് പറയുന്നത്. മാങ്ക എന്നുള്ള വാക്ക് ഉപയോഗിക്കണം. ചോദിക്കേണ്ടി വന്നു, മാങ്കിനി പടി, മാഫി മാങ്കിനി പടി. സുഖമില്ലെങ്കിലും ആഹാരം ഉണ്ടാക്കേണ്ടി വരുന്നു. ശരീരത്തിന് സുഖം തോന്നുന്നില്ല, പക്ഷെ എന്നാലും ഉണ്ടാക്കേണ്ടി വരുന്നു. തബിയത്ത് ഠീക് നഹി ഹേ തോ ഭി ഖാന ബനാനാ പഡ്താ ഹെ. തബിയത്ത് ഠീക് നഹി ഹേ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് സുഖമില്ല. തബിയത്ത് ഠീക് നഹി ഹേ തോബി, എന്നാലും ഖാന ബനാനാ പഡ്താ ഹെ, ആഹാരം ഉണ്ടാക്കേണ്ടി വരുന്നു. തബിയത്ത് ഠീക് നഹി ഹേ തോബി ഖാന ബനാനാ പഡ്താ ഹെ. എനിക്കിന്ന് ബാങ്കിൽ പോകേണ്ടി വരും. മുझे ആജ് ബാങ്ക് ജാനാ പടേഗ, പോകേണ്ടി വരും. ജാനാ പടേഗ. മുझे ആജ് ബാങ്ക് ജാനാ പടേഗ, എനിക്കിന്ന് ബാങ്കിൽ പോകേണ്ടി വരും. എനിക്ക് പോകേണ്ടി വരുമോ? ചോദ്യം പോലെ എങ്ങനെ ചോദിക്കും? ക്യാ മുझे ജാനാ പടേഗ, എനിക്കിന്ന് പോകേണ്ടി വരുമോ? ക്യാ മുझे ജാനാ പടേഗ. അവനോട് ചോദിക്കേണ്ടി വരും. അവനോടെന്നുള്ളതിന് ഉസ്സെ. ഉസ്സെ പൂച്ഛനാ പടേഗ, ചോദിക്കേണ്ടി വരും. ഉസ്സെ പൂച്ഛനാ പടേഗ. ഞാൻ ചോദിക്കേണ്ടി വരുമോ? ക്യാ മുझे പൂച്ഛനാ പടേഗ, ചോദിക്കേണ്ടി വരുമോ? പൂച്ഛനാ പടേഗ. ക്യാ മുझे പൂച്ഛനാ പടേഗ. ക്യാ ചേർത്ത് ചോദിച്ചാൽ മതി. ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുമ്പോൾ വരുമോ, ചോദിക്കേണ്ടി വരുമോ, പൂച്ഛനാ പടേഗ.
കൊടുക്കേണ്ടി വരും, ദേനാ പടേക. ദേന എന്ന് പറഞ്ഞാൽ കൊടുക്കുക, ദേനാ പടേക കൊടുക്കേണ്ടി വരും. അടിക്കേണ്ടി വരും, മാർനാ പടേക അവനെ അടിക്കേണ്ടി വരും, ഉസേ മാർനാ പടേക അടിക്കേണ്ടി വരും. ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീണ്ടും വീണ്ടും കേട്ട് നന്നായിട്ട് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം. എന്നിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹിന്ദി പഠിക്കാൻ താല്പര്യമുള്ള മറ്റുള്ള കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ ലൈക്സും കമൻറ്റും രേഖപ്പെടുത്തണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. അടുത്ത ക്ലാസ്സുമായിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. താങ്ക്